പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 2024ലേക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചെങ്കിലും എല്ലാ രാജ്യങ്ങളിലും പുതുവർഷം ഒരേ സമയമല്ല ആരംഭിക്കുക. വലിയ പ്രതീക്ഷകളോടെയാണ് ലോകമെമ്പാടുമുള്ളവർ 2024നെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ലേക്കുള്ള കൗണ്ട് ഡൗൺ അവസാന ലാപ്പിലാണെങ്കിലും ഒരേ സമയം ലോകമൊന്നടങ്കം പുതുവർഷത്തിലേക്ക് നീങ്ങില്ല. ഭൂമിയുടെ സമയമേഖലയിലെ വ്യത്യാസം മൂലം ചില രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും വളരെ നേരത്തെയും ചില രാജ്യങ്ങൾ വളരെ വൈകിയും പുതുവത്സരം ആഘോഷിക്കും. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണ് എല്ലാ രാജ്യങ്ങളും ജനുവരി 1 പുതുവർഷാരംഭമായി കണക്കാക്കുന്നത്. ഓസിയാനിയാണ് ആദ്യം പുതുവത്സരം ആഘോഷിക്കുന്ന സ്ഥലം. ചെറിയ പസഫിക് ദ്വീപ് രാജ്യങ്ങളായ ടോങ്ക, സമോവ, കരീബത്തി എന്നിവയാണ് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്യുന്ന രാജ്യങ്ങൾ. ഗ്രീൻവിച്ച് മീൻ ടൈം അനുസരിച്ച് ഡിസംബർ 31 ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 തന്നെ ഇവിടെ അടുത്ത വർഷം എത്തും. അതിനുശേഷമാണ് മറ്റ് ലോകരാജ്യങ്ങൾ പുതുവത്സരം ആഘോഷിക്കുക. ന്യൂസിലൻഡാണ് ആദ്യം പുതുവർഷത്തെ വരവേൽക്കുന്ന രാജ്യം. ഏകദേശം ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും ന്യൂസിലൻഡ് നഗരം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിലും പുതുവർഷമെത്തും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ഓസ്ട്രേലിയ പുതുവർഷം ആഘോഷിക്കുക. ഇന്ത്യൻ സമയം രാത്രി 8:30 ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നിവിടങ്ങളിൽ പുതുവർഷം തുടങ്ങിയിരിക്കും. ചൈന, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 പുതുവർഷമെത്തും. ഇവയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും ഇന്ത്യക്ക് മുന്നേ പുതുവർഷം ആഘോഷിക്കും. അങ്ങനെ ഓരോ ലോകരാജ്യങ്ങളും കടന്ന് അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സമീപമുള്ള ജനവാസമില്ലാത്ത ദ്വീപുകളായ ഫൗളൻഡിലും ബേക്കർ ഐലൻഡിലുമാണ്. നമ്മൾ ഇന്ത്യയിലിരുന്ന് പുതുവർഷം ആഘോഷിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇന്ത്യൻ സമയം ജനുവരി 1 വൈകുന്നേരം 5:30 മാത്രമേ ഇവിടെ പുതുവർഷമെത്തൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.